സ്രാപ്പികളെ കണ്ടേശായ ഹാലേലൂയ ഹാലേലൂയ ബസ്കുദിശയിൽ നിൻ മുൻപിൽ ബാരക്കുമോർ കുറിലായിസോ ചീരകുകളാരുള്ളവരായി ഹാലേലൂയ ഹാലേലൂയ ആത്മാക്കളവർ ബാരക്കുമോർ കുറിലായിസോ. സ്വർഗം ചായ്ച്ച് നമ്മുടെ പൊന്നുതമ്പുരാൻ നമ്മുടെ സന്നിധിയിൽ അനന്ത കരുണയായി സ്വർഗീയ സമ്മാനമായി നമ്മുടെ സന്നിധിയിലുള്ള വലിയ ദാനമായി മുന്നിലായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ അർപ്പണ ബോധത്തോടും കൂടി നമുക്കായിരിക്കാം. നമ്മെ സൃഷ്ടിച്ച തമ്പുരാനാണ് നമ്മുടെ സന്നിധിയിലായിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അനന്തശക്തിയുടെ സ്രോതസ്സായ നമ്മുടെ തമ്പുരാനാണ് സന്നിധിയിൽ ആയിരിക്കുന്നതെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി നമുക്കായിരിക്കാം. പ്രാർത്ഥനയോടും ഭയത്തോടും ഭക്തിയോടും നമുക്ക് ഈ ഒരു തിരുമണിക്കൂറിൽ തമ്പുരാന്റെ സന്നിധിയിൽ ആയിരിക്കാം. ആരാധനയുടെ നിമിഷത്തിൽ സ്വർഗം ഇറങ്ങി വരട്ടെ, അവിടുത്തെ അനന്ത കരുണ ഇറങ്ങി വരട്ടെ. തമ്പുരാന്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ നടക്കട്ടെ. അനേക ഇടങ്ങളിൽ അത്ഭുതമായി തമ്പുരാന്റെ ശക്തമായ കരം സ്പർശന സൗഖ്യമായി ഇറങ്ങി വരട്ടെ. വചനത്തിന്റെ അഭിഷേകം കൊണ്ട് നമ്മെ നിറയ്ക്കാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓ നല്ല തമ്പുരാനെ, നിന്റെ സന്നിധിയിൽ എളിമയോടും ഹൃദയ നൈർമല്യത്തോടെ നിന്നെ ആരാധിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളുടെ ദൈവമേ, നീ അനുഗ്രഹിക്കണമേ. മക്കളിലേക്ക് അങ്ങയുടെ കരുണ ഇറങ്ങണമേ. വേദനിക്കുന്ന മക്കൾക്ക് ആശ്വാസമായി നിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ തമ്പുരാനെ. രോഗപീഡയിലായിരിക്കുന്ന നിന്റെ മക്കൾക്ക് രോഗസൗഖ്യമായി അങ്ങ് കടന്നു വരണമേ. അബ്രഹാമിനെ വാഴ്ത്തിയ ദൈവം, ഇസ്ഹാക്കിനെ കൂടെയായിരുന്നു ശക്തിപ്പെടുത്തിയ തമ്പുരാനെ, യാക്കോബിനെ ബലപ്പെടുത്തി കൂടെയായിരുന്ന തമ്പുരാനെ, നിന്റെ മക്കളിലേക്ക് അനുഗ്രഹം ചൊരിയണമേ തമ്പുരാനെ. ലോകത്തിന്ന് നടക്കുന്ന എല്ലാവിധമായിട്ടുള്ള വേദനാജനകമായ സകല രോഗപീഠകളെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരാധനയുടെ ഈ നിമിഷത്തിൽ തമ്പുരാനെ, നിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമേ. നിന്നിൽ മാത്രം ആശ്രയിക്കുന്ന നിന്റെ ജനങ്ങളിലേക്ക്, നിന്റെ മക്കളിലേക്ക് നിന്റെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഇറങ്ങണമേ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനന്തമായ ശക്തി ഇറങ്ങി വരട്ടെ തമ്പുരാനെ. അങ്ങയുടെ ശക്തി ഇറങ്ങണമേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. വരദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. രോഗപീഠകളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളിലേക്ക് നീ ഒരു സമാധാനമായി കടന്നു വരണമേ. ആശ്വാസമായി നീ കടന്നു വരണമേ തമ്പുരാനെ. കുർബാനയിലെ അനന്ത ശക്തി നീ വെളിപ്പെടുത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നീ വെളിപ്പെടുത്തി
നിന്റെ കരബലം പ്രകടമാക്കണമേ. വെളിപാട് പുസ്തകത്തിലെ ഈ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാത്ത വിധം അങ്ങയുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ നേർക്ക് നിന്റെ കരം നീട്ടാൻ തക്ക വിധം അങ്ങയുടെ കരങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിന്റെ കരം ഇറങ്ങി വരണമേ. വേദനിക്കുന്ന മക്കളുടെ കൂടെയായിരിക്കണമേ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗത്തോടും കൂടിയായിരിക്കണമേ. ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് നിന്റെ കൃപ ഇറങ്ങി വരണമേ. ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്ന് പ്രിയപ്പെട്ട മക്കളിലേക്ക് കൃപയായി ഒഴുകട്ടെ. സ്വർഗീയ ദാനങ്ങൾ പേമാരി പോലെ ഇറങ്ങി ഞങ്ങളുടെ മക്കളിലേക്ക് നിറയട്ടെ തമ്പുരാനെ. യേശുവേ, ഒന്നും ഞങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ അങ്ങ് കൃപ ചൊരിയണമേ. അങ്ങയുടെ കൃപ നിറഞ്ഞ് ഞങ്ങൾ ജീവിക്കുമാറാകട്ടെ. അങ്ങയുടെ കൃപ കണ്ട് അനേകരങ്ങയിലേക്ക് കടന്നു വരട്ടെ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ അനേകർക്ക് സാധിക്കട്ടെ തമ്പുരാനെ. യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയുടെ ഗാനങ്ങൾ ആലപിക്കുന്നു. എല്ലാവർക്കും ഉറക്കെ ഗാനത്തോടൊപ്പം ചേർന്ന് പാടാം. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയുടെ സിംഹാസനത്തിൽ വസിക്കുന്ന തമ്പുരാൻ, ഈ കൊച്ചു മനുഷ്യരായ നമ്മളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ആരാധന മതിയാകാതെ വരും എങ്കിലും നമുക്കും അവിടുത്തെ സ്തുതിക്കാം. മാലാഖമാരുടെ വൃന്ദങ്ങളോട് ചേർന്ന്, അനേക ഗണം വിശുദ്ധരുടെ വൃന്ദങ്ങളോട് ചേർന്ന്, നമുക്ക് മുന്നേ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുന്ന അനേക വിശുദ്ധരോടുകൂടെ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ കൂടെ, വചനത്തിൽ വായിച്ചു കേൾക്കുന്ന സകല വിശുദ്ധരോടും കൂടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം, അവിടത്തോട് നന്ദി പറയാം. ഉറക്കെ നമുക്ക് ചേർന്ന് പാടാം. ആരാധനക്കിറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കിറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന, ആരാധന ആരാധന നാഥ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും.
കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. ഈ നിമിഷം നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥ. ഈ നിമിഷം നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥ. പാപവും എന്നോടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ. പാപവും എന്നോടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥ. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. നല്ലവനായ യേശുതമ്പുരാനെ, പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് യുവജന കൂട്ടായ്മ നിന്നെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ പാപികളും ബലഹീനരുമാണെന്ന് തിരിച്ചറിയുന്നു. പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നന്മയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ ലോകജീവിതത്തിൻ്റെ മോഹങ്ങളിൽ വീഴാതെ വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് അനേകർക്ക് നന്മയേകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ ദിവ്യനാഥ, സ്നേഹമെന്തെന്ന് ജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവൻ നീ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കുന്തത്താലും ചമ്മട്ടിയാലും നീ പ്രഹരമേറ്റല്ലോ. ഞങ്ങളോടുള്ള ആ സ്നേഹത്തെ പ്രതി 3 ആണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടല്ലോ. അവസാന തുള്ളി രക്തവും ഞങ്ങൾക്ക് വേണ്ടി നൽകി. ഈശോയെ, പകരം നൽകുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല തമ്പുരാനെ. ഈ കുഞ്ഞു ജീവിതം മാത്രമേ ഉള്ളൂ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ്യവാനും സ്നേഹസ്വരൂപനുമായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ ദിവസത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുക. തമ്പുരാനെ, ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുക. ഒരു കുഞ്ഞു തിരുവോച്ചയുടെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യ അങ്ങ് സന്നിഹിതനാകുമ്പോൾ തമ്പുരാനെ, നിന്റെ വലിയ പരിശുദ്ധ കുർബാനയുടെ വലിയ അഭിഷേകം ഈ സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വ്യാപരിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക.
അങ്ങ് വചനത്തോട് അള്ളിയിരിക്കുന്നത് പോലെ ആരെന്നിലും ഞാൻ അവനെല്ലാം വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുക്കുന്നത് വചനത്തോട് അള്ളി ചെയ്യുമ്പോൾ തമ്പുരാനെ അങ്ങയുടെ വചനത്തോട് ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അങ്ങയുടെ മാത്രമേ കൃപയുള്ള അനുഗ്രഹമുള്ള മക്കളായിട്ട് ഞങ്ങൾ മാറുമെന്ന് മനസ്സിലാക്കുന്ന തമ്പുരാനെ. പലപ്പോഴും ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ജഡീക മുഖങ്ങളിൽ ഉൾപ്പെട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങേ മറന്ന് ജീവിച്ച ധാരാളം നിമിഷങ്ങൾ കുറവുകളെല്ലാം വന്ന് പോയിട്ടുണ്ട് തമ്പുരാനെ. അങ്ങയുടെ വചനത്തോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ തമ്പുരാനെ ഞങ്ങൾ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിന്റെ മഴയിൽപ്പെട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ തമ്പുരാനെ നിന്റെ വലിയ അഭിഷേകവും കൃപയും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ജീവിതത്തിൽ ഒന്നുപോയ എല്ലാ പാഴ്ചകളും തമ്പുരാനെ തിരുമുമ്പിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ബലഹീനതകൾക്കപ്പുറത്ത് അനന്തമായ കൃപ ഞങ്ങളുടെ ഓരോ ജീവിതത്തിലേക്ക് ചുരിയുന്ന തമ്പുരാനെ, നീ ചുരിയുന്ന കൃപയെ മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് തമ്പുരാൻ ഞങ്ങൾ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞങ്ങൾ പലവിധ വേദനകളിൽ, ഈ ലോകം പലവിധ രോഗത്തിന്റെ അവസ്ഥകളിൽ എത്രയോ മക്കൾ കൊറോണ എന്ന വലിയ രോഗം മൂലം വലിയ പ്രതിസന്ധിയിൽ ജീവിക്കുമ്പോൾ തമ്പുരാനെ നിന്റെ വലിയ തിരുരത്വത്തിന്റെ സംരക്ഷണം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. വേദനയിലായിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വേദനയിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും പ്രത്യേകം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ രോഗത്തിന്റെ അവസ്ഥ മൂലം മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ട് തമ്പുരാനെ. ആ മരണത്തിന്റെ വേദനയിലായിരിക്കുന്ന അനേക കുടുംബങ്ങൾ ഞങ്ങളുടെ മധ്യയുണ്ട് തമ്പുരാനെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ വലിയ അഭിഷിക്ത കരം കൊണ്ട് മക്കളെ സ്പർശിക്കണമെന്ന് പ്രത്യേകം കൊണ്ട് പ്രാർത്ഥിക്കുക. ഈ രോഗത്തിന്റെ അവസ്ഥയിൽ തകർന്നുപോയ ഓരോ കുടുംബങ്ങളെ പ്രത്യേകം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ഒരു മഹാമാരി ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് എത്രയും വേഗം സമാധാനം സംസ്ഥാപിതമാകുവാൻ, നിന്റെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി അങ്ങനെ ശക്തമായിട്ട് മഹത്വപ്പെടുത്തുവാൻ തമ്പുരാനെ ഞങ്ങൾ ഒരുക്കണം, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും തമ്പുരാനെ പ്രത്യേകം തിരുവമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ വചനത്തോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ, വിശുദ്ധ കുർബാനയോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ തമ്പുരാനെ ഞങ്ങൾ ഒരുക്കണം, ശക്തിപ്പെടുത്തണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ലോകത്തിലെ എല്ലാ ജനങ്ങളെയും പ്രത്യേകം തിരുവമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സമർപ്പിതരെല്ലാം ഞങ്ങൾ പ്രത്യേകം ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാനെ നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറക്കണമേ. നിന്റെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ മാധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെല്ലാം ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്നും സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ശുശ്രൂഷ മനോഭാവവും ആത്മധൈര്യവും അങ്ങ് നൽകണമേ. രോഗം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞവരെ അങ്ങ് നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രായമായവരെയും കുഞ്ഞുങ്ങളെയും യുവതിവാക്കളെയും അങ്ങ് സംരക്ഷിക്കണമേ. ഈ രോഗം ഇനിയും പടരാതെ ഈ ലോകത്തെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമേ. അസാധാരണമായ ഈ അവസ്ഥയിൽ പകച്ചു നിൽക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങയുടെ പ്രത്യാശയും ധൈര്യവും കടത്തിവിടണമേ. ഞങ്ങളുടെ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും സഭാതലവന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ നന്മയ്ക്കും മാതൃകാപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാനും അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ മാർപ്പാപ്പയും സഭാതലവനോടും രൂപത അധ്യക്ഷനോടും ലോകമെമ്പാടുമുള്ള സഭയോടും ചേർന്ന് ഈ പ്രാർത്ഥന
അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, കൊറോണ വൈറസിൽ നിന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതുപോലെ ഞങ്ങളിടയിൽ വേദനകൾ അനുഭവിക്കുന്നവരെയും, പ്രത്യേകിച്ച് ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയാൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു നിമിഷം ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. നമ്മെ സ്നേഹിക്കുകയും നിത്യ സംരക്ഷിക്കുകയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തിൻ്റെ മുൻപിൽ നിരന്തരം നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലും എനിക്കിയോ നീ സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കിയോ നീ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു
അഖിലാണ്ടങ്ങളുടെ സൃഷ്ടികർത്താവും ജീവൻ്റെ ഉടയവനുമായ നല്ല ഈശോയെ, കർത്താവെ, പ്രാർത്ഥിക്കുവാനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമയത്തിനായും സാഹചര്യത്തിനായും നന്ദി പറയുന്നു നാഥ. ഈ സമയം ഈ ലോകത്ത് അനേക മക്കൾ പലവിധമായ കഷ്ടപ്പാടുകളാലും പ്രത്യേകിച്ച് കൊറോണ എന്ന രോഗത്തിൻ്റെ പലവിധമായ ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നുണ്ട് നാഥ. അവരെയും ഈ ഒരു സമയം ദിവ്യകാരുണ ഈശോയുടെ മുൻപിൽ സമർപ്പിക്കുന്നു നാഥ. അപ്പ പിതാവേ, അങ്ങ് ഭൂമിയിലേക്ക് മനുഷ്യനെ അയച്ചത് പരീക്ഷണങ്ങൾ നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്ന് വിശുദ്ധ ജീവിതം നയിച്ച് പ്യൂരിറ്റിയുള്ള ഹൃദയവുമായിട്ട് അങ്ങയുടെ അടുത്തേക്ക് അങ്ങ് വിളിക്കുമ്പോൾ തിരിച്ചു വരുവാൻ വേണ്ടിയിട്ടാണല്ലോ നാഥ. നാഥ, ഞങ്ങളുടെ തിന്മകൾ കാരണം ഞങ്ങൾ വീണ്ടും അങ്ങയുടെ കുരിശിലെ ഭാരം ഞങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, സംരക്ഷിക്കണമേ നാഥ. ഈ മഹാവിപത്തിൽ നിന്നും, കൊറോണ എന്ന രോഗത്തിൻ്റെ പിടിയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവനെയും നമുക്ക് ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ സൗഖ്യമുണ്ട് എന്ന പൂർണ്ണ ബോധ്യം കിട്ടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രത്യേകിച്ച് ഈ ഒരു സമയം ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ നീ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ നാഥ. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ ഈ ഒരു സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ നാഥ. മനുഷ്യവംശത്തിൻ്റെ മേല്, പ്രകൃതിയുടെ മേല് കരുണയായിരിക്കണമേ കർത്താവേ. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ തലയിലെ മുടി അത് അങ്ങറിയാതെ പൊഴിയുകയില്ല. അത്രയ്ക്ക് വിശ്വസ്തനായ ദൈവമേ, ഞങ്ങൾ രഹസ്യമായി കരഞ്ഞതും പരസ്യമായി ചിരിച്ചതും അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലെ ദൈവവിശ്വാസത്തിൻ്റെ ആഴവും ആത്മാർത്ഥതയും അറിയുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച് അതിന് മറുപടി തരുന്ന ഏറ്റവും വിശ്വസ്തനായ ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ ലോകത്തെ മുഴുവനായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ, ചിറയിൻ കീഴിൽ മറച്ച് സംരക്ഷിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ കർത്താവേ. ഈ ലോകത്തിൽ നിന്ന് എല്ലാവിധമായ തിന്മകളെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു അന്ധനായ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നു. യേശു തമ്പുരാൻ ജെറിക്കോ സ്ഥലത്തുകൂടി കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയ ആ അന്ധനായ മനുഷ്യൻ കരഞ്ഞ് നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. യേശുവിൻ്റെ കൂടെയുള്ളവർ നിശബ്ദനാകാൻ അവനോട് പറഞ്ഞു. എന്നാൽ കൂടുതൽ തീക്ഷ്ണതയോടെ അവൻ ഉറക്കെ വിളിച്ചു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. ആ വിശ്വാസമുള്ള മനുഷ്യനിൽ നിന്ന് മുഖം തിരിക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞില്ല. ആ മനുഷ്യൻ്റെ മിഴികൾക്ക് കാഴ്ച നൽകിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഈശോ വെളിച്ചം നൽകി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് തക്ക സമയത്ത് ഉത്തരം നൽകുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ, നീ മാത്രം
എന്നെ കാത്തിരുന്നിതുവരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സ് തുറന്നു പങ്കിടാൻ ദാഹം. കാരിരുമ്പിൻ ആണിയേക്കാൾ കഠോര വേദനയേകി ഞാൻ. ഏറെ നാളായി പാപം ചെയ്ത് നിനക്കു മുൾമൂടി മെനഞ്ഞു ഞാൻ. ക്രൂശിതാ ക്ഷമിക്കൂ, മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ. മനസ്സു ഞാനങ്ങിലർപ്പിച്ചിടാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. പാപമെന്നിൽ ഇല്ല എന്ന് നിരന്തരം ഞാനോർത്തുപോയി. നീതിമാനായി ഞാൻ ചമഞ്ഞു ചെയ്യേണ്ട നന്മകൾ മറന്നുപോയി. യേശുവേ കനിയൂ, അകന്നു പോകാതെ നിന്നാത്മനീ പകരണേ എന്നുമെൻ ജീവനിൽ. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കാരുണ്യവാനും സ്നേഹസ്വരൂപനുമായ ഈശോയെ കർത്താവെ, ഈ സമയം അങ്ങയെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും അങ്ങ് തന്ന കൃപയോർത്ത് കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ നാഥ, അങ്ങയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ എന്തെന്നും എൻ്റെ യാതനകൾ എന്തെന്നും എൻ്റെ പ്രാർത്ഥനകൾ എത്ര വിലപ്പെട്ടതാണെന്നും അങ്ങ് അറിയുന്നു കർത്താവെ. ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വച്ചിരിക്കുമ്പോൾ എനിക്ക് അങ്ങയോടൊന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ളൂ. ഈ ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയെപ്പറ്റി. ഈശോയെ, ഈ മഹാമാരി കാരണം നിരവധി ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കർത്താവെ. നിരവധി ആളുകൾ ദിവസേന മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ എല്ലായിടത്തും കർത്താവെ മഹാമാരി വ്യാപിച്ചു കിടക്കുന്നു കർത്താവെ. ഇതെല്ലാം പൂർണ്ണമായി നീ തൊട്ട് സുഖപ്പെടുത്തി കർത്താവെ. ഈ മഹാമാരിയെ ഇല്ലാതാക്കണമേ കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, ആരാധനാലയങ്ങൾ തുറക്കാൻ പറ്റുന്നില്ല. ഈശോയെ കർത്താവെ, ഈ മഹാമാരി പൂർണ്ണമായി ഇല്ലാതാക്കി പഴയ പോലെ കർത്താവെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങ് കൃപയാകണമേ കർത്താവെ. ഈശോയെ നാഥ, എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ നാഥ. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, എല്ലാം പഴയതുപോലെ ആകുവാൻ നീ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് തന്നെ കൊറോണ എന്ന മഹാമാരി തുടർച്ച മാറ്റപ്പെടുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ നാഥ, അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ നാഥ. ഈശോയെ, എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ
തവ ജനതൈക്കശനം നീയേകി ഹാലേലൂയ ഹാലേലൂയ വാനവർ യോഗ്യ ഹാരം താൻ ഒരുക്കിയൊരപ്പമവർക്കവനേകി ഹാലേലൂയ ഹാലേലൂയ നിർലോഭം സ്വർഗേ നിന്നും ബാരക്കുമോ ശുഭഹോലാബോലബ്രോവൽ റൂഹോ കാദീശോ മനവോലം വാദാമെനവോലം വൽമീനാമീ ഉയരേ നിൻ ആഴത്തിങ്കൽ അവതരിച്ച് ജനഗണമാർന്ന പൈതാരി ദ്രാദികൾ തീർത്ത സ്വർഗീയ ആരമിതല്ലോ സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തന്റെ രക്തം കലർത്തി ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശങ്ങളാക്കുകയും ചെയ്ത സ്വർഗീയപ്പമായ തനിക്ക് സ്തുതി. വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബഗുൽഗുനിയോമോ സ്വദ്ഹായ ലവൽ മേ ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുൻപാകി തന്റെ സ്നേഹമൂലം ലോകത്തിന് വെളിപ്പെട്ട തന്റെ പുത്രന്റെ മുൻപാകിയും ആവസിപ്പാൽ ലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകിയും ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങളുടെ നിർമൂലനത്തിനും വിശ്വാസികളായ സകല മരിച്ചുപോരുടെയും ആശ്വാസത്തിനും നല്ല അനുസ്മരണയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും ബാറക്കുമോ ഹോശോ വബ് കുൽസ്ബാൻ ലവൽ മേ മന്നാലോ ഭോൻ കാബിൽ ഹു സോയുദ് ഹൗബേ ശുഭകോനോ ദഗതോ ഹേ ബദ്രായി ഹുൻ വൽ മെലവോലം വൽ മീ ജീവാഹാരം ഞാൻ തന്നെ നാഥൻ താൻ ചൊല്ലി ഉയരേ നിന്നായി ഞാൻ വന്നു രക്ഷിപ്പാൻ ലോകം അയച്ചു താതൻ വചനമതാമെന്നെ കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു സൽഭൂമറിയാം ഗർഭേ ഞാൻ റൂഹായാൽ ജാതനാൻ ദൂതന്മാരവർ ചെയ്യുമ്പോൾ ആചാര്യർ കൈകളിൽ ഹാലേലൂയ ഘോഷിക്കുന്നെന്നെ
വെടുപ്പുള്ള ആത്മാക്കളുടെ മണവാളനും തന്റെ സുഗന്ധവാസനയാൽ മണവാട്ടിയായ വിശുദ്ധ സഭയ്ക്ക് സ്നേഹത്തെ സമർപ്പിച്ച ഭംഗിയുള്ള പനിനീർ പുഷ്പവുമായി ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹ, നിന്റെ വിശുദ്ധ ശരീരത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ ദൈവീക സ്നേഹത്താൽ കത്തിജ്വലിക്കുവാൻ തക്കവണ്ണം ഇമ്പമുള്ളതും വിസ്മരണീയമായ നിന്റെ തിരുരക്തത്തിന്റെ മാധുര്യത്താളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യണമേ. ബാറക്കുമോർ ഹോശോ വബ് കുൽസ്ബാൻ ലെവൽ മേ. ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് എല്ലാ രോഗികളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ഒരു ദയനീയ സാഹചര്യത്തിൽ പോലും അവർക്ക് വേണ്ടി സേവനം നടത്തുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഓർത്തുകൊണ്ട് നമ്മുടെ ശിരസ്സുകൾ വണങ്ങി കൈകൾ കൂപ്പിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ.